ഹലോ ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 സബ് എഞ്ചിനീയർ പോസ്റ്റിന്റെ പ്രീവിയസ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിനകത്ത് സിലബസിൽ ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ അതിനകത്ത് നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് ടർബൈൻ ത്രൂ വിച്ച് ദ പ്രഷർ ഓഫ് വാട്ടർ ഈസ് എ കോൺസ്റ്റന്റ്. അതായത് ഏത് ടൈപ്പ് ടർബൈനിലാണ് വാട്ടർ പ്രഷർ കോൺസ്റ്റന്റ് ആക്കിയിട്ട് കോൺസ്റ്റന്റ് ആവുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: പെൽട്ടൺ, ഫ്രാൻസിസ്, കപ്ലാൻ ടർബൈൻ. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ ബേസിക്സ് നോക്കാം. ഇനി ഇമ്പൾസ് ടർബൈൻ, ഇപ്പൊ നമ്മൾ ബേസിക്കലി ഇമ്പൾസ് ടർബൈൻ ഉണ്ട്, റിയാക്ഷൻ ടർബൈൻ ഉണ്ട്. അപ്പോൾ ഇമ്പൾസ് ടർബൈനിൽ എന്താണ് സംഭവിക്കുന്നത്? In an impulse turbine, the available or the entire available head is converted into kinetic energy in the nozzle before reaching the runner. റണ്ണറിൽ എത്തുന്നതിന് മുന്നേ എൻറ്റയർ ഫുൾ ആയിട്ടുള്ള ടോട്ടൽ ആയിട്ടുള്ള അവൈലബിൾ ഹെഡ് എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഇനി പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്ന ഒരു ഇമ്പൾസ് ടർബൈൻ എക്സാമ്പിൾ ആണ്. സോ ഇൻ എ പെൽട്ടൺ ടർബൈൻ വിച്ച് ഈസ് ആൻ ഇമ്പൾസ് ടർബൈൻ, the water pressure remains approximately constant while passing through the runner. റണ്ണറിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താണ് പ്രഷർ എന്ന് പറയുന്നത്, വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റന്റ് ആണ്. അതേസമയം ഫ്രാൻസിസ് ടർബൈൻ വിച്ച് ഈസ് എ റിയാക്ഷൻ ടർബൈൻ, ദ പ്രഷർ ചേഞ്ചസ് ത്രൂ ദ റണ്ണർ. ഫ്രാൻസിസ് ടർബൈൻ റിയാക്ഷൻ ടർബൈൻ ആണ്. ഇപ്പോൾ റിയാക്ഷൻ ടർബൈനിൽ ഓബ്വിയസ്ലി നമുക്ക് പ്രഷർ വേരിയേഷൻസ് വരും. ഓക്കെ, അതുപോലെ തന്നെ കപ്ലാൻ ടർബൈനും എന്താണ്? ഒരു റിയാക്ഷൻ ടർബൈൻ എക്സാമ്പിൾ ആണ്. ഇറ്റ് ഈസ് ഓൾസോ റിയാക്ഷൻ ടർബൈൻ. സോ പ്രഷർ ചേഞ്ചസ് ത്രൂ ഔട്ട് ദ റണ്ണർ. അപ്പോൾ ഇമ്പൾസ് ടർബൈനിൽ പ്രഷർ വേരിയേഷൻ ഉണ്ടാവാറില്ല. വാട്ടർ പ്രഷർ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി മെയിൻറ്റൈൻഡ് ആസ് എ കോൺസ്റ്റന്റ്. വേറസ് ഇൻ ദ കേസ് ഓഫ് റിയാക്ഷൻ ടർബൈൻസ് ദ പ്രഷർ വേരിയേഷൻ ഈസ് സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ടൈപ്പ് ഓഫ് ടർബൈൻ ത്രൂ വിച്ച് ദ പ്രഷർ ഓഫ് വാട്ടർ ഈസ് എ കോൺസ്റ്റന്റ്. ഏത് തരം ടർബൈനിലാണ് വാട്ടർ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ പെൽട്ടൺ ടർബൈൻ ഈസ് ദ കറക്റ്റ് ആൻസർ. പെൽട്ടൺ ടർബൈൻ ഇമ്പൾസ് ടർബൈൻ ആണ്. അപ്പോൾ അതിനകത്ത് അപ്രോക്സിമേറ്റ്ലി വാട്ടർ പ്രഷർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കപ്ലാൻ ടർബൈൻ ഈസ്. കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ്? റേഡിയൽ ഫ്ലോ ആണോ, ആക്സിയൽ ഫ്ലോ ആണോ, ക്രോസ് ഫ്ലോ ആണോ, ഏത് ടൈപ്പ് ടർബൈൻ ആണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എ ഹൈഡ്രോളിക് ടർബൈൻ കൺവേർട്സ് ദ എനർജി ഓഫ് ഫ്ലോയിങ് വാട്ടർ ഇൻടു മെക്കാനിക്കൽ എനർജി. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഹൈഡ്രോളിക് ടർബൈനിൽ എന്താണ്? എനർജി ഓഫ് ഫ്ലോയിങ് വാട്ടർ ഓർ ഹൈഡ്രോളിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു മെക്കാനിക്കൽ എനർജി. ഇൻ ആൻ ഇമ്പൾസ് ടർബൈൻ പ്രഷർ റിമെയിൻസ് നിയർലി കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ റണ്ണർ. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇമ്പൾസ് ടർബൈനിൽ അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? വാട്ടർ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. Whereas in the case of a reaction turbine, the water pressure reaches as it passes through the runner, producing both pressure and kinetic energy effects. അതായത് റണ്ണറിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ്? വാട്ടർ പ്രഷർ ചേഞ്ചസ് ആസ് ഇറ്റ് പാസസ് ത്രൂ ദ റണ്ണർ, പ്രൊഡ്യൂസിങ് ബോത്ത് പ്രഷർ ആൻഡ് കൈനറ്റിക് എനർജി എഫക്ട്സ്. A Kaplan turbine is designed for large discharge and low head, and water flows parallel to the shaft, so it is an axial flow turbine. അപ്പോൾ നമുക്ക് വാട്ടറിന്റെ ഫ്ലോ ഡയറക്ഷൻ അനുസരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഹെഡിനനുസരിച്ച് സ്പെസിഫിക് സ്പീഡിനനുസരിച്ചിട്ട് ഇതെല്ലാത്തിനനുസരിച്ച് നമുക്ക് കുറേയധികം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് ഇത്തരം ഒരു കാറ്റഗറിയാണ്. എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ലാർജ് ഡിസ്ചാർജ്. വളരെ കൂടുതൽ, അതായത് കപ്ലാൻ ടർബൈൻ്റെ പെൻസ്റ്റോക്ക്, വെള്ളം കൊണ്ടുവരുന്ന പൈപ്പെല്ലാം വളരെ ബിഗ് ഡയമീറ്റർ ഉള്ളതായിരിക്കും. വളരെ ഹ്യൂജ് ആയിട്ടുള്ള പൈപ്പുകളായിരിക്കും പെൻസ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ലാർജ് ഡിസ്ചാർജ് ആൻഡ് ലോ ഹെഡ്. അതായത് വാട്ടറിന്റെ അവൈലബിലിറ്റി കുറവുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സൂട്ടബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ടർബൈനാണ് കപ്ലാൻ ടർബൈൻ. ആൻഡ് വാട്ടർ ഫ്ലോസ് പാരലൽ ടു ദ ഷാഫ്റ്റ്, സോ ഇറ്റ് ഈസ് ആൻ ആക്സിയൽ ഫ്ലോ ടർബൈൻ. വാട്ടറിന്റെ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത് കപ്ലാൻ ടർബൈൻ്റെ ഷാഫ്റ്റിന് പാരലൽ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതിനെ നമുക്ക് ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയാം. ഇനി റേഡിയൽ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? റേഡിയൽ ഫ്ലോയിൽ വാട്ടർ ഫ്ലോസ് റേഡിയലി, ടിപ്പിക്കൽ ഓഫ് സം ഫ്രാൻസിസ് അറേഞ്ച്മെന്റ്. ചില ഫ്രാൻസിസ് ടർബൈൻ ഇൻസ്റ്റലേഷൻസിലെല്ലാം നമുക്ക് റേഡിയൽ ഫ്ലോ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്: കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് പമ്പ്സ് വിച്ച് ഈസ് നോട്ട് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. താഴെ തന്നിട്ടുള്ളതിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് ഏത് അല്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
സോ എന്താണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്? ഇറ്റ് ഡെലിവേഴ്സ് ഫ്ലൂയിഡ് ബൈ ട്രാപ്പിംഗ് എ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ആൻഡ് മെക്കാനിക്കലി ഡിസ്പ്ലേസിംഗ് ഇറ്റ് ഫ്രം സക്ഷൻ ടു ഡെലിവറി. ഒരു പർട്ടിക്കുലർ വോളിയൂം ഓഫ് ലിക്വിഡിനെ ട്രാപ്പ് ചെയ്തുകൊണ്ട് അതിനെ സക്ഷനിൽ നിന്ന് ഡെലിവറിയിലേക്ക് എത്തിക്കുന്ന ടൈപ്പ് പമ്പ്, അങ്ങനെയുള്ള ആക്ഷൻ ഉള്ള പമ്പിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്ന് പറയുന്നത്. വെയിൻ പമ്പ്, ഗിയർ പമ്പ്, ലോബ് പമ്പ് എല്ലാം എന്താണ് ഈ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്ന് പറയാം. അതേസമയം ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ആവുന്ന സമയത്ത് എന്താണ്? യൂസസ് എ റൊട്ടേറ്റിംഗ് ഇംപെല്ലർ ടു കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് ദെൻ കൺവേർട്സ് ഇറ്റ് ഇൻടു പ്രഷർ എനർജി. അതായത് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ വഴി വർക്ക് ചെയ്യുന്ന ഒരു പമ്പാണ് ഇത്, സെൻട്രിഫ്യൂഗൽ പമ്പ്. അതിൽ റൊട്ടേറ്റിംഗ് ഇംപെല്ലർ ഉണ്ടാവും. ഈ ഇംപെല്ലർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ആ ഫ്ലൂയിഡിനെ ഇൻക്രീസ് ചെയ്യുന്നത് വഴി കൺവേർട്സ് ഇറ്റ് ഇൻടു പ്രഷർ എനർജി. അതിനെ എന്ത് ചെയ്യുന്നു? പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ അതിനെ നമുക്ക് പറയാൻ പറ്റുന്ന പേരെന്താ? ഇറ്റ് ഈസ് എ ഡൈനാമിക് പമ്പ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡൈനാമിക് പമ്പ്, ഓർ അതിനെ നമുക്ക് നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഒരു ഫിക്സഡ് വോളിയം ട്രാപ്പ് ചെയ്തുകൊണ്ടല്ല സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വർക്കിംഗ് കണ്ടിന്യൂസ്ലി വേർ ദ fluid velocity is increased and conversion into pressure energy is happening and the water is delivered to the discharge side. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, സെൻട്രിഫ്യൂഗൽ പമ്പ്. നാലാമത്തെ ചോദ്യം, a jet of water with a velocity of 15 meter per second hits a moving vertical plate with 5 meter per second. What is the force exerted by the jet if its cross-sectional area is 1 centimeter square? Impact of jet നിന്നുള്ള ചോദ്യമാണ്. ജെറ്റിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 15, അതേപോലെ തന്നെ മൂവിംഗ് പ്ലേറ്റ് ആണ്, പ്ലേറ്റിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 5. അങ്ങനെയാണെങ്കിൽ എന്താണ് ജെറ്റ് എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? നമുക്ക് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ പൈപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് മൂവിംഗ് ആണ്. ഇവിടെ ജെറ്റും മൂവിംഗ് ആണ്. ജെറ്റ് ഹാസ് ഗോട്ട് എ വെലോസിറ്റി ആൻഡ് ദ പ്ലേറ്റ് ഹാസ് ഓൾസോ ഗോട്ട് എ വെലോസിറ്റി. ഇപ്പൊ രണ്ട് മൂവിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? റിലേറ്റീവ് വെലോസിറ്റി ആണ് എടുക്കേണ്ടത്. The plate is moving in the same direction as the jet, so the relative velocity of water striking the plate will be Vr is equal to 15 minus 5, that is equal to 10 meter per second. For a smooth vertical plate, the jet loses its velocity component in the direction of motion, so the force will be equal to F, that is equal to rho a into Vr square. നമുക്കറിയാം force component, the force exerted by the jet on the moving plate is equal to rho a into Vr square, where rho is the density of the fluid, a is the area and Vr is the relative velocity. ഇവിടെ നമുക്ക് ഡെൻസിറ്റി 1000 തന്നിട്ടുണ്ട്, ഏരിയ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 10 ന്യൂട്ടൺ എന്ന ആൻസർ കിട്ടും. ഇപ്പൊ ഇവിടെ ഓപ്ഷൻ ബി 10 ന്യൂട്ടൺ ആണ് കറക്റ്റ് ആൻസർ. സിയിൽ 10 കിലോ ന്യൂട്ടൺ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. നമുക്ക് രണ്ടും 10 തന്നെയാണ്, പക്ഷെ യൂണിറ്റും കൂടെ നോക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവരുത്. സോ 10 ന്യൂട്ടൺ ആണ്, കിലോ ന്യൂട്ടൺ അല്ല. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഫിഫ്ത് വൺ, സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ്. ഒരു ടർബൈനിന്റെ സ്പെസിഫിക് സ്പീഡിന്റെ ഫോർമുല എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്താണ് സ്പെസിഫിക് സ്പീഡ് എന്ന് നോക്കാം. The specific speed of a turbine is a dimensionless parameter used to compare turbines based on their speed, power output, head. സ്പീഡ്, അതുപോലെ തന്നെ പവർ ഔട്ട്പുട്ട്, അതുപോലെ ഹെഡ്, ഈ പറയുന്ന പാരാമീറ്റേഴ്സിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് ടർബൈനെ കമ്പയർ ചെയ്യുന്ന ഒരു എന്താണ് ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ് എന്ത് സ്പെസിഫിക് സ്പീഡ്. ഇറ്റ് ഡയമെൻഷൻലെസ് പാരാമീറ്റർ യൂസ്ഡ് ടു കമ്പയർ. ഈ പാരാമീറ്റേഴ്സ് എല്ലാം കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് എന്ത് സ്പെസിഫിക് സ്പീഡ്. അതിന് ഡയമെൻഷൻ ഇല്ല. For a turbine, the specific speed is defined as the speed of a geometrically similar turbine producing unit power under unit head. യൂണിറ്റ് ഹെഡിന്റെ അണ്ടറിൽ ഒരു യൂണിറ്റ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടർബൈനിന്റെ സ്പെസിഫിക് സ്പീഡിനെയാണ് നമ്മൾ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് സ്പീഡിന്റെ ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. ns is equal to n root p divided by h raised to 5/4. ഇവിടെ n എന്ന് പറയുന്നത് സ്പീഡ് ഇൻ rpm, p എന്ന് പറയുന്നത് പവർ, h എന്ന് പറയുന്നത് ഹെഡ് അണ്ടർ വിച്ച് ദ ടർബൈൻ ഈസ് വർക്കിംഗ്. അപ്പൊ ഈ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു വെക്കാം. ഇവിടെ ഫോർമുല മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ.
n root p divided by h raised to 5/4. Sixth question. Estimate the specific speed of a centrifugal pump running at 100 rpm working against a head of 1 meter with a flow rate of 100 meter cube per second. അതായത് സ്പെസിഫിക് സ്പീഡ് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ സ്പെസിഫിക് സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ സ്പീഡ് 100 തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വർക്കിംഗ് ഹെഡ് 1 മീറ്റർ തന്നിട്ടുണ്ട്, ഫ്ലോ റേറ്റ് 100 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ടർബൈനിൽ പറഞ്ഞ പോലെ നമുക്ക് സ്പെസിഫിക് സ്പീഡ്, പമ്പിനും ഒരു സ്പെസിഫിക് സ്പീഡ് ഉണ്ട്. ഫോർ എ സെൻട്രിഫ്യൂഗൽ പമ്പ് സ്പെസിഫിക് സ്പീഡ് ഇൻഡിക്കേറ്റ്സ് ദ ടൈപ്പ് ഓഫ് പമ്പ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സ്പീഡ്, ഡിസ്ചാർജ് ആൻഡ് ഹെഡ്. മറ്റേതിൽ ഏതായാലും സ്പീഡ് പവർ ആയിരുന്നു ടർബൈനിൽ, പക്ഷെ പമ്പിന്റെ കേസിൽ വരുമ്പോൾ സ്പീഡ്, ഡിസ്ചാർജ് ആൻഡ് ഹെഡ്. അപ്പൊ അവിടെ n root p ഡിവൈഡഡ് ബൈ h raised to 5/4 ആയിരുന്നു ടർബൈനിന്റെ കേസിൽ. അതേസമയം പമ്പിന്റെ കേസിൽ സ്പെസിഫിക് സ്പീഡിന്റെ ഫോർമുല വരുന്നത് n root q ഡിവൈഡഡ് ബൈ h raised to 3/4, where q is the discharge, n is the speed and h is the head. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. 100 rpm സ്പീഡ്, ഫ്ലോ റേറ്റ് 100 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ഹെഡ് 1 മീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1000 rpm എന്ന് കിട്ടും സ്പെസിഫിക് സ്പീഡ്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Seventh question. A draft tube is not essential for the working of. താഴെ തന്നിട്ടുള്ള ടർബൈനിൽ ഏതിനാണ് ഡ്രാഫ്റ്റ് ട്യൂബ് വേണ്ടാത്തത് എന്നാണ് ചോദ്യം. എന്താണ് ഡ്രാഫ്റ്റ് ട്യൂബ് നോക്കാം. എ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് ജനറലി എക്സ്പാൻഡിംഗ് ട്യൂബ് ഫിറ്റഡ് അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് എ റിയാക്ഷൻ ടർബൈൻ. ശ്രദ്ധിക്കുക, റിയാക്ഷൻ ടർബൈനിൽ മാത്രമേ നമുക്ക് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ആവശ്യമുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇമ്പൾസ് ടർബൈനിൽ പ്രഷർ വേരിയേഷൻസ് ഇല്ല, അപ്രോക്സിമേറ്റ്ലി പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ റിയാക്ഷൻ ടർബൈനിൽ വരുന്ന സമയത്ത് നമുക്ക് അവിടെ പ്രഷർ വേരിയേഷൻസ്, പ്രഷർ ചേഞ്ചസ് ഉണ്ടാവും. So, draft tube ഉപയോഗിക്കുന്ന എന്തിനാ? Draft tube is a gradually expanding tube fitted at the outlet of the reaction turbine. It allows the turbine to be installed above the tail race and converts some of the outlet velocity energy into pressure energy. അതായത് എക്സിറ്റിൽ വരുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള വെലോസിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയെ പ്രഷർ എനർജി ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് ഫിറ്റ് ചെയ്യുന്നത്. ഫ്രാൻസിസ് കപ്ലാൻ ആൻഡ് പ്രൊപ്പല്ലർ turbines which are examples of reaction turbines. So a draft tube is normally used with them. തന്നിട്ടുള്ള ഓപ്ഷനിൽ 3 എണ്ണം, കപ്ലാൻ, ഫ്രാൻസിസ്, പ്രൊപ്പല്ലർ ടർബൈൻസ് എല്ലാം തന്നെ റിയാക്ഷൻ ടർബൈൻ ആണ്. സോ അവിടെ എന്തായാലും ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻസ്റ്റലേഷൻ അവിടെ ഉണ്ടാവും. പക്ഷേ പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്ന ഒരു ഇമ്പൾസ് ടർബൈൻ ആണ്. എ പെൽട്ടൺ ടർബൈൻ ഈസ് ആൻ ഇമ്പൾസ് ടർബൈൻ. ദ റണ്ണർ ഓപ്പറേറ്റ്സ് അണ്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ഈസ് ജനറലി പ്ലേസ്ഡ് എബവ് ദ ടെയിൽ റേസ്. സോ എ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് നോട്ട് എസെൻഷ്യൽ. ഇമ്പൾസ് ടർബൈൻ അല്ലെങ്കിൽ പെൽട്ടൺ ടർബൈൻ്റെ കേസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ തന്നെയാണ് റണ്ണർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ആവശ്യം ഇല്ല. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പെൽട്ടൺ ടർബൈനിൽ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ആവശ്യം ഇല്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.